നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എല്ലാവരും വിശകലനം ചെയ്തു കാര്യകാരണങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കൂടുതലൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ഉണ്ടായിരുന്നു. പാർട്ടി സംസ്ഥാന ഭാരവാഹികളും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരും പോഷക സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരും MLA മാരും പ്രത്യേക ക്ഷണിതാക്കളുമാണ് ഇന്നത്തെ യോഗത്തെ സംബന്ധിച്ചത്. ഒരു വിപുലമായ ബോഡി തന്നെയായിരുന്നു യോഗം ചേർന്നത്. എല്ലാ ജില്ലകളിലുള്ള പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. വ്യക്തമായും താഴെത്തട്ടിൽ ഗ്രാമപഞ്ചായത്തുകളിൽ അടക്കമുള്ള റിസൾട്ടുകൾ വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും മുസ്ലിം ലീഗിനും UDF-നും ഉണ്ടായ വലിയ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദം പങ്കിടുകയും അതോടൊപ്പം അതിന് സാധ്യമാക്കിയ ഉത്ബുദ്ധരായ വോട്ടർമാരോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു യോഗമാണെന്നുണ്ടായത്. ഇത്തരമൊരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുണ്ടായ കാരണങ്ങൾ നമ്മൾ കേരളം മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. ഇടതുപക്ഷം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ ബഹുമാന്യനായ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല തിരിച്ചടിയാണ് പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടായിട്ടുള്ളത്. എവിടെയാണ് പാളിച്ചകൾ പറ്റിയതെന്ന് പരിശോധിക്കും, തിരുത്തും. നല്ലതാണ്. അപ്പോൾ പാളിച്ചകൾ ഉണ്ടായി എന്നതും അത് അംഗീകരിക്കുന്നു എന്നതും നല്ല കാര്യമാണ്. പക്ഷെ 10 കൊല്ലമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ആണ് ഇത്തരമൊരു പ്രതിഷേധ നടപടികളുമായി മുന്നോട്ട് പോകാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യമാണ് കഴിഞ്ഞ തുടർച്ചയായി ഈ 2 തുടർ ഭരണങ്ങളിലൂടെ CPM-ൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടാക്കിയത്. കെടുകാര്യസ്ഥത, ഭരിക്കാൻ അറിയില്ലായ്മ, അഴിമതി, ഈ സ്വജനപക്ഷപാതം, വിവേചനപരമായ പ്രവർത്തനങ്ങൾ, വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷം വളർത്താനുമുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് കാരണമായിട്ടുണ്ട്. താങ്ങാൻ പറ്റാത്ത വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടിയ ജനങ്ങൾ, നികുതി ഭാരം കൊണ്ട് ജനങ്ങളുടെ തലയിൽ വലിയ ഭാരം കയറ്റി വെച്ച് ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രതിഷേധമാണ്. അങ്ങനെ ജനങ്ങളോട് വികസനങ്ങളോ ജനക്ഷേമ പദ്ധതികളോ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ച് വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളെ കൈപിടിച്ച് ആനയിച്ച് ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടു നടന്ന് ഒരു പ്രത്യേക പ്രദേശത്തെയും ഒരു പ്രത്യേക ജനവിഭാഗങ്ങളെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകിയ ഒരു മുഖ്യമന്ത്രിയോടും ഗവൺമെൻറ്റിനോടും പാർട്ടിയോടുമുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമായത്. UDF-ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു വലിയ വിജയത്തിന് അത് കാരണമാക്കിയത് ഇതൊക്കെ തന്നെയാണ് എന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ UDF-ൻ്റെ മുമ്പിൽ വളരെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ഈസി വാക്കോവറാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളൊക്കെ പറഞ്ഞ പോലെ ഈ സെമി ഫൈനലിൽ വലിയ വിജയമാണ് UDF-നുണ്ടായത്. ജനങ്ങളും UDF-ഉം ഒരേ രീതിയിൽ ചിന്തിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയായി വന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ ഈ വിശ്വാസം, ഈ മാൻഡേറ്റ്, അത് പൂർണ്ണമായും ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാനും ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി UDF-നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള പ്രതിജ്ഞയാണ് മുസ്ലിം ലീഗും UDF-ലെ മറ്റ് ഘടകകക്ഷികളും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ കെടുകാര്യസ്ഥത നിറഞ്ഞ ജനങ്ങൾക്ക് ദുസ്സഹമായ സാഹചര്യം കാഴ്ചവെച്ച ഈ ഭരണത്തിൻ്റെ നെറുകേടുകളിൽ നിന്നും മോചനം ഞങ്ങൾ ഉറപ്പു പറഞ്ഞിട്ടുണ്ട്.
അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാട് UDF ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതുമായി ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അവരുടെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി UDF മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ യോഗത്തിലെ തീരുമാനം, ജനങ്ങൾ നൽകിയ ഈ മാൻഡേറ്റ് ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നു. ഞങ്ങൾ കൂടുതൽ കർത്തവ്യ നിരതരാകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ബോധ്യപ്പെടുത്തിയത്. അതുമായി അതിനനുസൃതമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഉടനെ തന്നെ പാർട്ടിയുടെ ഭാരവാഹികളുടെ യോഗം ചേരുന്നുണ്ട്. മറ്റു ഉന്നതതല യോഗങ്ങളൊക്കെ ചേർന്ന് പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകും. അടുത്ത ദിവസം തന്നെ UDFിൻ്റെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിലും ഘടകകക്ഷികൾ ഒരുമിച്ച് ഇരുന്ന് ചർച്ച ചെയ്ത് ജനവികാരത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശം വലിയ തിരിച്ചടിയായി തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത്. ഈ ജനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷത്തെ സുദീർഘമായ ഭരണത്തിന് കീഴിൽ ഉണ്ടാക്കി കൊടുത്ത വികസനങ്ങളെക്കുറിച്ചോ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചോ പറയാനില്ലാത്തതുകൊണ്ട് ജനങ്ങളെ വിഭാഗീയമായി ചിന്തിപ്പിക്കുക, അവർക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുക, യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത ജൽപ്പനങ്ങൾ നടത്തിക്കുക, അങ്ങനെ നടത്തുന്ന ആളുകളെ കൈപിടിച്ച് ആദരിച്ച് കൂടെ കൊണ്ട് നടക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ LDF ചെയ്തു എന്ന് മതേതര കേരളം ഉറപ്പിച്ചു കഴിഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കൊരു പ്രധാന കാരണം. ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ LDF സ്ഥിരമായിട്ട് എപ്പോഴും മുഖ്യമന്ത്രി 2 സ്ഥാനത്തും ബാക്കി എല്ലാ പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവരും ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. അത് അവർക്ക് തിരിച്ചടിച്ചു, അല്ലെങ്കിൽ മറ്റൊരു ഏകീകരണം മറ്റേ സൈഡിൽ ഉണ്ടായി, BJPക്ക് നേട്ടമായി എന്നൊക്കെ വിലയിരുത്തുന്നുണ്ടോ? അതല്ല ഉണ്ടായത്. അവർ ഈ വെൽഫെയർ പാർട്ടിയുടെ ആരോപണം, വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞില്ല, അവർ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന് യാതൊരു ബന്ധമുണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടി ഇല്ലാത്ത കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടാക്കിയത് LDF ആണ്. അവരുമായി 3 പതിറ്റാണ്ട് കാലത്തോളം സുദീർഘമായ ബന്ധം ജമാഅത്തെ ഇസ്ലാമിയുമായും പിന്നീട് വെൽഫെയർ പാർട്ടിയുമായും മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പലയിടത്തും വെൽഫെയർ പാർട്ടിയുമായി LDF ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. ശംസുദ്ദീൻ MLA മണ്ണാർക്കാടിൻ്റെ MLA ആണ്. ആ മണ്ണാർക്കാട് മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടിയുമായാണ് LDF CPM സഖ്യം ചെയ്തത്. അവിടെ ഒരു വാർഡിൽ, 1-ാം വാർഡിൽ പാർട്ടി സ്ഥാനാർത്ഥി കിട്ടിയത് 1 വോട്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് 1 വോട്ടാണ്. വെൽഫെയർ പാർട്ടിക്ക് ലോകത്തെങ്ങുന്നില്ലാത്തൊരു വോട്ട് അവിടെ കിട്ടുകയും ചെയ്തു. 2 പേരും തോറ്റു, ജയിച്ചത് UDF ആണ്. എന്നാൽ പോലും അവിടെ വെൽഫെയർ പാർട്ടിയായിട്ടുണ്ടാക്കി. കാസർഗോഡ് ജില്ലയിൽ മൊഗരാൽ പുത്തൂർ പഞ്ചായത്ത് അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ SDP-യുമായി സഖ്യം ഉണ്ടാക്കി. മലപ്പുറം ജില്ലയിൽ മൊത്തത്തിൽ PDP-യുമായി സഹകരിച്ചാണ് പ്രവർത്തിച്ച് മുഴുവൻ. അത്യാവശ്യം അവർ ജയിച്ച 1-2 വാർഡുകളിൽ PDP-യുടെ കൊടിയും CPM-ൻ്റെ കൊടിയും ഒരുമിച്ച് കെട്ടിയിട്ടാണ് പ്രകടനം പോയത്. ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടൊക്കെ. അപ്പോൾ SDP-യുമായും PDP-യുമായും വെൽഫെയർ പാർട്ടിയുമായൊക്കെ തരാതരം സഖ്യങ്ങളുണ്ടാക്കി, മുന്നണി ഉണ്ടാക്കി, വോട്ട് വാങ്ങി മത്സരിച്ച LDF വെൽഫെയർ പാർട്ടിയുടെ പേര് പറഞ്ഞ് ഞങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തി. ഉത്ബുദ്ധരായ കേരളീയ ജനത അത് മനസ്സിലാക്കി എന്നതാണ് സത്യം. അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് UDF ആണ്. UDF യോഗം ചേർന്ന് കാലാകാലങ്ങളിൽ അതിൻ്റെ നയപരിപാടികൾ തീരുമാനിക്കും. UDFിലെ പ്രബല ഘടകകക്ഷി എന്ന നിലക്ക് ആ UDFിൻ്റെ തീരുമാനങ്ങളോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടാവും. വെൽഫെയർ പാർട്ടിയുമായി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ധാരണയുണ്ടായിട്ടില്ല, സഖ്യം ഉണ്ടായിട്ടില്ല, മുന്നണി ബന്ധം ഉണ്ടായിട്ടില്ല. ചില പ്രാദേശിക തലങ്ങളിൽ ചിലയിടത്ത് ഉണ്ടായിട്ടുണ്ട്, ചിലയിടത്ത് ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ മുക്കം മുനിസിപ്പാലിറ്റിയിൽ അവരൊറ്റക്കാണ് മത്സരിച്ചത്. ഞാനീ പറഞ്ഞ മണ്ണാർക്കാട്ടും അതുപോലെ കുറേ സ്ഥലങ്ങളിൽ അവർ LDFുമായി സഖ്യം ചെയ്തിട്ടാണ്, LDFിനാണ് പിന്തുണ കൊടുത്തത്, തിരിച്ചും കൊടുത്തു. ഇങ്ങനെയൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ചില പ്രാദേശിക തലങ്ങളിൽ ഒരുപക്ഷെ UDFുമായി സഹകരിച്ചിട്ടുണ്ടാകാം, തിരിച്ചു സഹകരിച്ചിട്ടുണ്ടാകും. അതല്ലാത്ത ഒരു ബന്ധവും UDFുമായും വെൽഫെയർ പാർട്ടി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇതൊക്കെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള
LDFിൻ്റെ വാദങ്ങളാണ്. നമ്മൾ ഇനിയും അത് ഏതായാലും റിസൾട്ടൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ അതിൽ തന്നെ പിടിച്ച് കയറിയിട്ട് കാര്യമില്ലല്ലോ. അവര് തന്നെ പറഞ്ഞു ഇങ്ങനെ സത്യമുണ്ടായിരുന്നു, ധാരണ ഉണ്ടായിരുന്നു, ഞങ്ങൾ UDF-നെയാണ് പിന്തുണച്ചത്, അതിന്റെ നേട്ടം UDF-ന് ലഭിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞതിലൊക്കെ ഉണ്ട്. ആ മറ്റുള്ളവർ പറയുന്നതിൻ്റെ വിശദീകരണം അവരാണ് തരേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, LDFുമായി സഹകരിച്ച് വെൽഫെയർ പാർട്ടി മത്സരിച്ച സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്, ഒറ്റയ്ക്ക് മത്സരിച്ച സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്, ഞങ്ങളെ എതിർത്ത സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്, ഞങ്ങളുമായി സഹകരിച്ച സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്. അതെങ്ങനെ മുന്നണി ബന്ധാവുക? ഒരു വിഭാഗം വലിയ തോതിൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധങ്ങൾ ചൂണ്ടിക്കാണിച്ച് ക്ഷതകൾ നിറയപ്പെടുന്ന വിഭാഗം ലീഗിനെതിരെ പ്രചരണം നടത്തിയിരുന്നു. ലീഗിന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കെതിരെ പോലും പ്രചരണം നടത്തിയിരുന്നു. ഇപ്പോൾ ജബ്ബാർ ഹാജിക്കെതിരേക്ക് മലപ്പുറത്ത് വലിയ വരുന്നു. അപ്പൊ അതൊന്നും ശരിക്കും AC ഇല്ലാന്ന് പറയാം. നമ്മൾ രാഷ്ട്രീയ ചർച്ച ചെയ്യുമ്പോൾ അതിലേക്ക് ഈ മതസംഘടനകളെ കൊണ്ടുവരുന്നത് എന്തിനാണ്? ഒരുപാട് മതസംഘടനകൾ കേരളത്തിലില്ലേ? ഞങ്ങൾ രാഷ്ട്രീയമാണ് പറയുന്നത്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മതസംഘടനകളുടെ നിലപാട് വ്യത്യസ്തമായിരിക്കും. അവരെന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ചിന്തിക്കലും പറയാനും എതിർക്കാനും ഒന്നുമില്ല. അത് ഞങ്ങളുമായി കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, എല്ലാ മതസംഘടനകളിലും ലീഗിനെ അനുകൂലിക്കുന്നവരും ലീഗിനെ എതിർക്കുന്നവരും ഉണ്ട്. അത് ആ മതസംഘടനയിൽ നിൽക്കുമ്പോൾ അവർ മതസംഘടനക്കാരാണ്. രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനെ എതിർക്കുമ്പോൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി അവരെ എതിർക്കും, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഈ യോഗത്തിൽ അത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നോ? മാണി ജോസ് കെ മാണിയെ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏറ്റവും അധികം വലിയ മുൻകൈ എടുത്തുകൊണ്ടിരുന്നത് ദേശീയ സെക്രട്ടറി സാഹിബായിരുന്നു. അപ്പൊ ലീഗിന്റെ അല്ല, അത്തരം ചർച്ചകൾ പരാമർശങ്ങൾ യോഗത്തിലുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ യോഗം കൂടിയത്. UDF നേരത്തെ പറഞ്ഞതാണ്, UDFിൻ്റെ നയങ്ങളുമായി സഹകരിക്കുന്ന യോജിക്കാൻ കഴിയുന്ന സംഘടനകളെ കൂട്ടിച്ചേർത്ത് UDFിൻ്റെ അടിത്തറ വിപുലീകരിക്കും എന്നത് UDFിൻ്റെ പൊതു നിലപാടാണ്. മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല, മുസ്ലിം ലീഗ് ആ നിലപാടിൻ്റെ കൂടെ തന്നെയാണ്. UDFിൻ്റെ നിലപാട്, UDFിൻ്റെ അടിത്തറ സമാന ചിന്താഗതിയുള്ള ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് വിപുലപ്പെടുത്തണം. ആ വിപുലപ്പെടുത്താനിൽ എങ്ങനെയാവണം, ആരൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ UDF കൂടിച്ചാൽ തീരുമാനിക്കാം. മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ല. UDF അടുത്ത ദിവസം കൂടുന്നുണ്ട്, അവിടെ ഞങ്ങൾ ആ ചർച്ചകളുമായി മുന്നോട്ട് പോകും. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് എടുക്കരുത്, അവർ വരികയാണെങ്കിൽ മുന്നണിക്ക് കളങ്കം ഉണ്ടാക്കുമെന്ന് അവർ തുറന്നടിച്ചു കഴിഞ്ഞു. ആരാ പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഓരോ പാർട്ടിക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങളൊക്കെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഏകാഭിപ്രായം എത്തിക്കാനാണ് UDF ചേരുന്നത്. UDF ചേർന്നതിന് ശേഷമാണ് UDFിൻ്റെ അഭിപ്രായം പറയാം. UDFിൽ ഘടകകക്ഷികൾ പറയാൻ കഴിയും. ഓരോ ഘടകകക്ഷികൾക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. ലീഗിന്റെ അഭിപ്രായം ഞങ്ങൾ UDF പറയും. അപ്പൊ നിങ്ങൾക്ക് വിവരം കിട്ടും. ഗ്രൂപ്പിനെ തിരിച്ചെത്തിക്കണമെന്ന് തന്നെയാണോ ഞങ്ങളുടെ അഭിപ്രായം പറയേണ്ട സ്ഥലത്ത് പറയാൻ പറ്റുള്ളൂ. അത് അവിടെ ഞങ്ങൾ പറയും. അവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചോറ് കിട്ടും. PJ ജോസഫ് അങ്ങനെ പറഞ്ഞു നിങ്ങൾ പറയല്ലേ? ഞങ്ങൾ UDFിൽ PJ ജോസഫ് ഇപ്പുറത്തും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പുറത്തും DD സതീശ് അപ്പുറത്തൊക്കെ ഇരുന്നിട്ട് ഇതൊക്കെ ചർച്ച ചെയ്യുമല്ലോ. എന്നിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. വ്യത്യസ്ത പാർട്ടികളല്ലേ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഞങ്ങൾ ഏകാഭിപ്രായമാക്കി മാറ്റും. അതിനാണ് UDF കൂടുന്നത്. ഞങ്ങൾ പറയും, അപ്പം പറയും. ആ പറയുന്ന നിമിഷം നിങ്ങൾ പറയും. ഞങ്ങൾ UDFിൽ പറയേണ്ടുന്ന ഒരു കാര്യം പുറത്തു പറയുന്നത് ശരിയല്ല, രാഷ്ട്രീയ മാന്യതല്ല. അതുകൊണ്ട് ഞങ്ങൾ പറയാത്തത്. പറയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, നിങ്ങളോട് എല്ലാം പറയണം എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലുള്ളത്. പക്ഷെ അത് ശരിയല്ല. അതാണ് അതെ, ലീഗിന്റെ അഭിപ്രായം പറയേണ്ടിടത്തേ പറയാൻ പറ്റൂ. തീർച്ചയായിട്ടും വരണം. നിങ്ങൾ കൂടുതൽ കക്ഷികൾ വരണതേ പറഞ്ഞിട്ടുള്ളൂ. RJD ആണോ BJD ആണോ നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ല, CPM വരികയാണെങ്കിൽ അപ്പൊ അത് ഗൗരവമായി പരിശോധിക്കേണ്ട സാഹചര്യമാണ്.
CPM അല്ലേ പറഞ്ഞു? CPI ഞാൻ പറഞ്ഞില്ല. CPM ഇപ്പൊ ജനപിന്തുണ നഷ്ടപ്പെട്ട സമയത്ത് എടുക്കുന്ന UDF മോശമല്ലേ? മാണി വിഭാഗത്തിന് വലിയ സ്ഥാനാർത്ഥിയില്ല. 777 സീറ്റുകളിലാണ് അവർ പരാജയപ്പെട്ടത് അനുസരിച്ച്. അല്ല, മാണി കേരള കോൺഗ്രസിനെ എടുക്കണമെന്ന് ലീഗ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്തിനാ നമ്മൾ നമ്മൾ കൂടുന്നത്? അത് ഞങ്ങൾ UDF ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം UDF പറയും. അത് കഴിഞ്ഞാൽ അവിടെ പിന്നെ UDF ചെയർമാനും കൺവീനറും നിങ്ങളെ അറിയിക്കും. അപ്പൊ നിങ്ങൾക്കറിയാം. ഈ CPM നേതാവ് സൈതലവിയുടെ ഒരു പ്രസംഗം വിവാദമായിട്ടുണ്ട് മലപ്പുറത്ത്. അങ്ങനെ കാണുന്നു. അവിടുത്തെ ഒരു പ്രാദേശികതാണ്. ഈ അതുപോലെ തന്നെ ഇവിടെയും സമാനമായ രീതിയിൽ അതായത് സ്ത്രീവിരുദ്ധ പ്രസംഗം അതിനെങ്ങനെ ലീഗ് കാണുന്നുണ്ട്? ഇങ്ങനെ പ്രാദേശികമായി ഏതെങ്കിലും ആള് പറഞ്ഞു ഞങ്ങളെങ്ങനെ മറുപടി പറയാം? ഏതായിരുന്നാലും ഏത് ജെൻഡർ വിരുദ്ധാണെങ്കിലും സ്ത്രീ വിരുദ്ധാണെങ്കിലും പുരുഷ വിരുദ്ധാണെങ്കിലും എന്ത് വിരുദ്ധാണെങ്കിലും അത്തരം പ്രസ്താവനകളും പ്രസംഗങ്ങളൊന്നും ഭൂഷണമല്ല, മാന്യതക്ക് നിരക്കുന്നതല്ല ആരായിരുന്നാലും. UDF സ്ഥാനാർത്ഥി വനിതാ സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കി നാട്ടുകാർക്ക് മുമ്പിൽ കാഴ്ചവെച്ച് വോട്ടുകളിടുകയാണ്. അല്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഓരോ പാർട്ടിയുടെയും നിലവാരം എവിടെ എത്തി, ഓരോ പാർട്ടിയുടെയും ലീഡേഴ്സ് ആരൊക്കെയാണ് എന്ന് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. നമുക്കറിയാലോ, വിനാശകാല വിപരീത ബുദ്ധി എല്ലാം കൂടി ഒരുമിച്ച് വരികയല്ലേ. ഇപ്പം ഇന്നലെയൊക്കെ ഈ വടകര താലൂക്കിലും കണ്ണൂർ ജില്ലയിലൊക്കെ എന്ത് ആക്രമണ പരമ്പരകളാണ് ഇവർ മുന്നോട്ട് വെച്ചത്. പഴയ കാലത്തെ വടകര നാദാപുരം മേഖലയിലെ അക്രമത്തെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അക്രമം പടിവാളും കൊണ്ട് വീടുകളിൽ കയറി വന്ന് ആളുകളെ കിട്ടാത്തതുകൊണ്ട് വീടിൻ്റെ മുമ്പിലുള്ള എത്രമാത്രം വാഹനങ്ങളാണ് വെട്ടി നശിപ്പിച്ചത്. ബൈക്കുകൾ, ടൂ വീലറുകൾ, കാറുകൾ, വാഹനങ്ങൾ, കൃഷികൾ. എത്ര ആളുകൾക്ക് പരിക്ക് പറ്റി, എത്ര പേര് ആശുപത്രിയിലുണ്ട്. പോലീസിൻ്റെ മുമ്പിൽ വെച്ചത് നടന്നത്. പോലീസ് നോക്കിക്കുകയായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തി കൊലവിളി വരെ നടത്തി. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ഒരു കാലത്തും തോറ്റിട്ടില്ലാത്ത മേഖലകളിൽ പരാജയം അനുഭവിച്ചപ്പോണ്ടായ വിഭ്രാന്തിയാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടി അണികളെ രാഷ്ട്രീയമായല്ല അക്രമത്തിലൂടെയാണ് സംഘടിപ്പിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഈ അപകടകരമായ സാഹചര്യത്തിൽ കൊണ്ടുപോകരുത് എന്ന് ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ പ്രമേയം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വലിയ ഡിമാൻഡ് അതാണ്. പോലീസിനെ ദുരുപയോഗപ്പെടുത്തി ജനങ്ങളെ ആക്രമിക്കുന്ന ഈ പ്രവണത പരാജയത്തിൽ പിന്നെ വിഭ്രാന്തി പൂണ്ട ആളുകൾ. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെന്ന് പറയില്ലേ. ജനങ്ങൾ വോട്ട് ചെയ്ത് തോൽപ്പിച്ചതിന് ജനങ്ങളെ ആക്രമിക്കുകയാണ്. പാനൂരിലൊക്കെ ഉണ്ടായി, വടകരയിൽ, ഏറാമലയിൽ, നമ്മുടെ ചേമഞ്ചേരി ഒക്കെ ഉണ്ടായി. പാലക്കാട് പോലുള്ള നഗരസഭകളിൽ ഇപ്പോൾ NDA അധികാരത്തിൽ വരുന്നത് തടയാൻ ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആ രീതിയിൽ എന്തെങ്കിലും നീക്കം ഉണ്ടാക്കാൻ കഴിയുമോ? UDF ആലോചിക്കും. UDF അത് ആലോചിച്ച് തീരുമാനിക്കും. അതിനാണല്ലോ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. ദേശീയ തലത്തിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയെ ചെറുക്കാനും തടുക്കാനും പ്രതിരോധിക്കാനുമാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഇന്ത്യ മുന്നണിയുടെ സ്വഭാവം കേരളത്തിൽ അല്ല, അത് അനിവാര്യമാണെങ്കിലല്ലേ അതുണ്ടാവുള്ളൂ. ബിജെപിയുടെ വളർച്ച തിരുവനന്തപുരത്തൊക്കെ BJP കോർപ്പറേഷൻ പിടിക്കുന്നത് BJPക്ക് എന്ത് വളർച്ചയുണ്ട്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കേരളത്തിൽ 13 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്താണ് പറഞ്ഞത്. ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എത്രയാണ് പറയുന്നത്? 3 പറയുന്നുള്ളൂ. അല്ല, കുറഞ്ഞു പോയി എന്നല്ല ഇതിന്റെ അർത്ഥം. തലസ്ഥാനത്തിന്റെ ഭരണം BJP ഒരു സ്ഥാനം മാത്രം മതിയോ? എന്താ നേട്ടം? എനിക്കറിഞ്ഞൂടെ. നേട്ടം നിങ്ങൾ തന്നെ എഴുതുന്നത് കണക്ക് വെച്ചിട്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്താണ് NDA, 13 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്താണ് NDA. ഇപ്പോൾ പറയുന്നു 2 മണ്ഡലങ്ങളിലേ ഉള്ളൂ NDA, 3 മണ്ഡലങ്ങളിലേ ഉള്ളൂ. അപ്പോൾ കുറഞ്ഞിരിക്കല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ 11നേക്കാൾ കുറവാണ് 2. അതിനനുസരിച്ച് നമ്മൾ വാർഡുണ്ടാക്കി കൊടുത്തതല്ലേ? അതിന്റെ ഫലമല്ല കിട്ടിയത്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഒക്കെ BJPക്ക് അനുകൂലമായി ഡിലിമിറ്റേഷനിൽ ചെയ്തു കൊടുത്തതാണ്. വ്യക്തമായ തെളിവ് നമ്മളെ കയ്യിലില്ലേ? ചാലപ്പുറം വാർഡൊക്കെ ഉണ്ടാക്കിയത് വളരെ വ്യക്തമല്ലേ?
ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സലാം ഒരു കണക്ക് ഓർത്തു വന്നില്ല. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ച 41 വാർഡിലും അവിടെ 3-ാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ്. 3-ാം സ്ഥാനത്ത് 50 സീറ്റോളം BJP ജയിച്ചു. അതിൽ 41 വാർഡില് കോൺഗ്രസ് ആണ് 3-ാം സ്ഥാനത്ത്. 25 വാർഡിൽ കോൺഗ്രസിന് 1000 താഴെയാണ് വോട്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച കോൺഗ്രസ് ഇപ്രാവശ്യം വളരെ കുറവ്, അതിന് താഴെയാണ്. പക്ഷേ LDF അവിടെ ബെറ്റർ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ പാർലമെന്റിനെക്കാട്ടും കൂടുതൽ വോട്ട് ഇത്തവണ കോർപ്പറേഷനിൽ LDF ഉണ്ടായി. പക്ഷെ അത് സീറ്റാക്കി മാറ്റാൻ പറ്റില്ല. അത് എല്ലാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സീറ്റുകളുടെ എണ്ണം എത്ര കുറഞ്ഞാലും AKG സെന്ററിൽ ഒരു ശതമാനക്കണക്കിന് കൂട്ടുന്നുണ്ട്. അത് എല്ലാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉണ്ടാവും. ഞാനുള്ള സമയത്തുണ്ടായിരുന്നു കൂട്ടിയിരുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പും ഉണ്ട്. 101 സീറ്റുമായി UDF കേരളത്തിൽ അധികാരത്തിലിരുന്ന അന്നും കൂട്ടിയിരുന്നു. നിയമസഭയിൽ കുറച്ച് ആളുകൾ അവർക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ ശതമാനത്തിൽ ഞങ്ങൾ മുന്നിലാന്ന് പറയുന്നത്. ഏതാ ശതമാനം ആർക്കും ഇതുവരെ അറിഞ്ഞൂടാ. അപ്പോൾ കോൺഗ്രസ് 10 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് 26 എത്തിയത് കുറവാണ്. ഇത് മനുഷ്യന്മാർ പത്രം വായിക്കുന്നു, ചാനൽ കാണുന്നു, നിങ്ങൾ പറയുന്നത് തന്നെയല്ലേ ആളുകൾ കാണുന്നു, കേൾക്കുന്നു, വായിക്കുന്നു ഒക്കെ. ആ നിങ്ങൾ തന്നെ മാറ്റി പറഞ്ഞല്ലെങ്കിൽ 10 സീറ്റായിരുന്നു കോൺഗ്രസിന് UDF ഉണ്ടായിരുന്നു. കോൺഗ്രസിന് മാത്രമല്ല എല്ലാവർക്കും കൂടി 10 സീറ്റിൻ്റെ ഇപ്പോൾ 26 അത് കുറവാ. ഞങ്ങളുടെ നാട്ടില് അതെ BJPക്ക് സീറ്റ് കൂടി, BJPക്ക് സീറ്റിൻ്റെ എണ്ണം കൂടി സമ്മതിക്കുന്നു. UDF കൂടി. ആർക്കാ കുറഞ്ഞത്? LDFനല്ലേ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് ജയിച്ച സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. ഭീമാപ്പള്ളിയിൽ 3150 വോട്ടാണ് ലീഡ്. SIR വിഷയം വലിയ തോതിൽ തന്നെ മുസ്ലിം സമുദായത്തിന് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ അങ്ങനെ പിന്നെ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? പൊതുവെ അത് 2002 വോട്ട് ചെയ്തതിന്റെ കണക്കൊക്കെ വെച്ചുകൊണ്ട് സിറ്റിസൺഷിപ്പിനെ വരെ ബാധിക്കുമെന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളുണ്ടായി. ഇതൊരു പരിധി വരെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്, അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടോ? അല്ല, SIR മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും ആശങ്കയിലാഴ്ത്തുന്ന നിലപാട് തന്നെയാണ്. 45 ലക്ഷം ആളുകൾ ബീഹാറിൽ ഔട്ടായത് മുസ്ലിങ്ങൾ മാത്രമാണോ? ഏറിയ കൂടും ദലിതരാണ്. മഹാരാഷ്ട്രയിൽ ഔട്ടായത് മുസ്ലിങ്ങൾ മാത്രമാണോ? ഇത് ജനങ്ങളെ, പൗരന്മാരെ ബാധിക്കുന്നതാണ്, പൗരത്വത്തെ ബാധിക്കുന്നതാണ്. അത് വെറുതെ പ്രചാരണമെന്നും പറഞ്ഞ് തട്ടിക്കളയാൻ പറ്റില്ല. യാഥാർത്ഥ്യമാണ്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ SIR നടക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആളുകൾ ജാഗരൂകയാണ്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും ആ വോട്ടർ പട്ടികയും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും വോട്ടവകാശം വിനിയോഗിക്കേണ്ടതും വോട്ടർ പട്ടികയിൽ പേര് വരുത്തേണ്ടതും പൗരൻ്റെ ഉത്തമ ബോധ്യപ്പെടുന്ന ഒരവകാശമായി, ഉത്തരവാദിത്വമായി ആളുകൾ കണക്കാക്കാൻ തുടങ്ങി എന്നുള്ളത് ശരിയാണ്. അതൊക്കെ ഞങ്ങൾ കാലാകാലങ്ങളിൽ തക്ക സമയത്ത് യുക്തമായ തീരുമാനങ്ങൾ എടുത്തു പോകുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഈ വാണിമൽ പഞ്ചായത്തിലെ അവിടെ ഭരണം പോയി 20 വർഷത്തിന് ശേഷമാണ് അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവുണ്ടായിരുന്നത്. യൂത്ത് ലീഗുകാർ യുവദാസുകളെ പുറത്താക്കണമെന്നാണ് പ്രകടനം നടത്തി. 20 കൊല്ലം ഉണ്ടായിരുന്ന ഭരണം പോയി. 50-60 കൊല്ലമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തുകൾക്ക് എത്ര എണ്ണയാണ് കിട്ടിയത്? 20, 30, 40. ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ 19ഓളം പുതിയ പഞ്ചായത്തുകൾ കിട്ടി. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും 10,000 തദ്ദേശ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും ഒന്നിൽ ഒരു വോട്ട് കുറഞ്ഞു എന്ന് കണ്ടാൽ അതൊരു വലിയ ഇഷ്യൂ ആണ്. അവിടെ 20 പഞ്ചായത്ത് പുതിയത് കിട്ടിയതിനെ പറ്റി എന്താ പറയാത്തത്? ഒരു പഞ്ചായത്ത്, വാണിമേൽ പഞ്ചായത്ത്, ഒരു മിനിറ്റ്, വാണിമേൽ പഞ്ചായത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് ഒരു വോട്ടിനാണ്. 20ഓളം പുതിയ പഞ്ചായത്തുകൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 94 പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിലുള്ളത്. അതിൽ 91 UDF ഇപ്പോൾ ഭരിക്കുന്നത്. നിങ്ങൾ അതിനെപ്പറ്റി ചോദിക്കാത്തെന്താ? അവിടെ പറഞ്ഞപ്പോൾ ചോദിക്കും പൊന്മുണ്ടോ? അവിടെ ഇപ്പോൾ ചോദിച്ചാൽ പൊന്മുണ്ടോ? ഇതിൽ എവിടുന്നെങ്കിലും ഒന്ന് കിട്ടിയിട്ട് അത് മാത്രം എടുത്ത് ചോദിക്കും. നിങ്ങൾക്ക് അതാണ് ആവശ്യം. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ ഞങ്ങൾക്ക് അതോടൊപ്പം ഇതും കൂടി പറയണം. ഞങ്ങൾക്ക് ഇതുകൂടി പറയാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നു. അതിൽ നന്ദിയുണ്ട്. കൃത്യമായ കണക്കുണ്ടല്ലോ. നിങ്ങൾക്ക് കൃത്യമായ കണക്ക്. ഞങ്ങൾ കോണി ചിഹ്നത്തിൽ മത്സരിച്ചത് ആണ് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ഉണ്ടാകുക. ഞങ്ങൾ സ്വതന്ത്രരായിട്ട് മത്സരിച്ചിട്ടുണ്ട്, പലയിടത്തും മത്സരിച്ചിട്ടുണ്ട്. അതടക്കം ഞങ്ങൾക്ക് ഇന്ന് വിവിധ ജില്ലകളിൽ നിന്ന് കിട്ടിയ
കണക്ക് പ്രകാരം 3300 അംഗങ്ങളുണ്ട്. ഈ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ശബരിമല വിഷയം ജനങ്ങളിലേക്ക് ഇറങ്ങി ബോധ്യപ്പെടുത്താൻ ഒരുങ്ങാണ് CPI. അത് എങ്ങനെയായിരിക്കും അവർ വിശദീകരിക്കുക? അവർ വിശദീകരിക്കുക SIT അടുത്തതായി ചോദ്യം ചെയ്യാൻ പോകുന്നത് ജയശ്രീയാണ്. ജയശ്രീ ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ, ചെയർമാന്, പുതിയ ചെയർമാനൊക്കെ എത്തി. ഇവരൊക്കെ അന്വേഷിച്ചപ്പോൾ ആദ്യം ഉണ്ണികൃഷ്ണൻ പൂച്ചയെ ചോദ്യം ചെയ്തപ്പോൾ മുരാരി ബാബുവിനെ കിട്ടി. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തപ്പോൾ സുധീറിനെ കിട്ടി. സുധീറിനെ ചോദ്യം ചെയ്തപ്പോൾ വാസുവിനെ കിട്ടി. വാസുവിനെ ചോദ്യം ചെയ്തപ്പോൾ പത്മകുമാറിനെ കിട്ടി. പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ ജയശ്രീയെ കിട്ടി. ജയശ്രീയെ കിട്ടിയപ്പോൾ ജയശ്രീക്ക് അസുഖമായി, അഡ്മിറ്റ് ചെയ്തു. ജയശ്രീ അതാ ദേവസ്വം ബോർഡിൻ്റെ ആളല്ല, ദേവസ്വം വകുപ്പിൻ്റെ ആളാണ്. ദേവസ്വം ബോർഡിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സാധനം കൈമാറാൻ ദേവസ്വം വകുപ്പിന് നിർദ്ദേശം കിട്ടി, സെക്രട്ടറിയുടെ കത്ത് കിട്ടിയെന്നാണ് ബഹുമാനപ്പെട്ട മുൻ MLA പത്മകുമാർ പറഞ്ഞു പോലീസിനോട്. ഞങ്ങളവിടെ പറഞ്ഞതല്ല. അപ്പോൾ എന്തുകൊണ്ട് ദേവസ്വം സെക്രട്ടറി ഇങ്ങനെയൊരു കത്ത് കൊടുത്തു, നിർദ്ദേശം കൊടുത്തു? ആര് പറഞ്ഞിട്ടാണ്? ദേവസ്വം സെക്രട്ടറിയുടെ മുകളിലുള്ള ആളാരാ? ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയുടെ മുകളിൽ ആരാ ഉണ്ടാവുക? എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതാണ് അടുത്ത ചോദ്യം ചെയ്യൽ. അപ്പോൾ നിയമസഭ ആകുമ്പോഴേക്ക് നമുക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഉഷാറായി എഴുതാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ജനങ്ങൾ വെൽ സ്റ്റഡീഡാണ്. ശബരിമല വിഷയം കൈകാര്യം ചെയ്തതിന്റെ UDF-നേക്കാൾ കൂടുതൽ നന്നായിട്ട് BJP ചെയ്തു എന്നുള്ള തോന്നുന്നുണ്ടോ? ഈ വോട്ടിന്റെ ശതമാനത്തെ കേരളത്തിലെ ഒരു മനുഷ്യനും അങ്ങനെ തോന്നില്ല. അവർ പൂഴ്ത്തി വെച്ചിരിക്കുന്നു എന്ന തോന്നലാണ് കേരളീയ സമൂഹത്തിലുള്ളത്. ശബരിമലയിൽ പണ്ട് ആചാരങ്ങൾ ലംഘിച്ചപ്പോൾ BJPയുടെ ആവേശം എന്തായിരുന്നു? എന്ത് സജീവമായിരുന്നു? ഇത്തവണ ഉണ്ടാ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാ? അതൊക്കെ അന്തർധാര ദൃഢമായതിൻ്റെ ഫലമാണ്. ഈ വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ LDF അനുകൂലമായിട്ട് പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള വിജയിക്കുണ്ടായിരുന്നു. ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. വാർഡ് വിഭജനത്തിൽ കൃത്രിമം കാണിച്ചു, വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചു, ജയിക്കാൻ കഴിയുന്ന എന്തൊക്കെ കൃത്രിമങ്ങളുണ്ടോ അതൊക്കെ നടത്തി. എല്ലാത്തിലും മുകളിലാണ് ജനവികാരം എന്നതാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടത്. BJPക്ക് അവർക്ക് കിട്ടാത്തടത്ത് BJPക്ക് അനുകൂലമായി ചെയ്തു. ഏതായാലും UDF വരാൻ പാടില്ല. കാരണം BJPയുടെ നയവും പിന്നെ CPM-ൻ്റെ നയവും ഒന്നാണ്. BJP പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം, CPM പറയുന്നത് കോൺഗ്രസ് രഹിത കേരളം. മലയാളത്തിലും ഹിന്ദിയിലും ഉള്ളത് ഒരുമിച്ചാക്കിയാൽ രണ്ടും ഒന്ന് തന്നെയാണ്. അതിന് അവരുള്ള ചേട്ടമ്പായും അളിയമ്പായും കൂടി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നന്നായി കളിച്ചിട്ടുണ്ട്. ഇനിയും കളിക്കും ഞങ്ങൾക്കറിയാം. എന്നാൽ പോലും കേരളീയ സമൂഹം അത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകൾ അംഗീകരിക്കില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ പത്മകുമാർ പാർട്ടിക്കാരനാണ്. അയാൾ കുറ്റവാളിയാണെന്ന് ജയിലിലായിട്ടും പാർട്ടി ഒരു നടപടിയാണ് എടുത്തിട്ടില്ല. അത് പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് പാർട്ടിയാണ് മോഷ്ടിക്കുന്നത് ശരിയല്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? പൊതുതത്വം അത് പറയാൻ പോലും പാർട്ടി സെക്രട്ടറിക്കോ മുഖ്യമന്ത്രിക്കോ കഴിയുന്നില്ല. ആർക്കെങ്കിലും എതിർപ്പുണ്ടാകും? മോഷ്ടിക്കുന്നത് തെറ്റാണെന്ന് പറയും. ആർക്കും എതിർപ്പില്ലല്ലോ. കളവല്ലേ, എത്ര കോടിയുടെ എന്നുള്ളത് പറയാം. എന്നാലും മോഷണമല്ലേ, ആ മോഷ്ടിക്കാൻ പാടില്ല എന്നൊന്ന് പറഞ്ഞൂടെ? പൊതുതത്വം അതുപോലും പറയുന്നില്ല, തള്ളി പറയുന്നില്ല. ഒരക്ഷരം പറഞ്ഞാൽ ഉറപ്പാ അടുത്ത ഘട്ടത്തിലേക്ക് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എത്തും. കാരണം ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം പിണറായി വിജയൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലല്ല, കേരള ഹൈക്കോടതിയുടെ കീഴിലാണ്. അതുകൊണ്ട് നേർക്ക് നേരെ അന്വേഷണം പോകും. എങ്ങനെ തെരഞ്ഞെടുപ്പ് മുമ്പുണ്ടാവും. ആരാ? ഞാൻ എവിടേക്കാന്നുള്ളത് തീരുമാനിച്ചില്ല. പാർട്ടി തീരുമാനിക്കും. അതൊക്കെ പാർട്ടിയൊക്കെ തീരുമാനിക്കുന്നു.